പലപ്പോഴായിട്ട് പല പല ആശുപത്രികളിൽ കണ്ട എല്ലാ ഡോക്ടർമാരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം ഡയബറ്റീസ് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല കേട്ടോ. അതെ, നമ്മൾ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഡയറ്റും എക്സസൈസും വളരെ പ്രോപ്പറായിട്ട് മുൻപോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ലൈഫ് സ്റ്റൈൽ ഇൽനെസ് ആയിട്ടുള്ള കൊളസ്ട്രോളും പ്രഷറും അതുപോലെ തന്നെ ഷുഗറൊക്കെ നമുക്ക് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫിറ്റ്നസ് ജേർണി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി വളരെ കുറവായിരുന്നു എനിക്ക്, അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ കുറവും വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് ശ്രാവണിൻ്റെ ഈ ഒരു ഫിറ്റ്നസ് ജേർണിയിൽ ഞാനും കൂടി ഒരു പാർട്ടായതിനു ശേഷമാണ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്ത വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൽ ഒരു രസമൊക്കെ കണ്ടു തുടങ്ങിയത് ഇപ്പോഴാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിലും ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ലേക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളുടെ ഒരു ശീലമാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ലേ. അല്ലാതെ ഒരു ചടങ്ങോ ഒരു ഫാഷനോ ഒരു ഫാൻസി ആയിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമാണോ? ഒരിക്കലും അല്ല. ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത് കൊച്ചിയിൽ വന്നതിന് ശേഷമാണ്. 2021 ഒരു കൺസിസ്റ്റൻസിയൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചതും അതിനോടൊരു സ്നേഹം തുടങ്ങിയതും. അപ്പോൾ അന്ന് എൻ്റെ ട്രെയിനറായിരുന്നു ഈ നിൽക്കുന്ന ബിബിൻ. ആൻഡ് ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ബിബിൻ്റെ സ്വന്തം ജിമ്മിലാണ്. ഫെറോസാപ്പിയൻസ് ഇവിടെ തൃക്കാക്കരയിലാണ്, എറണാകുളത്ത്. അങ്ങനെ ഇന്ന് വളരെ സക്സസ്ഫുള്ളി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു 1 hour വർക്കൗട്ട് സെഷനൊക്കെ കഴിഞ്ഞു. ആൻഡ് നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രാവണ ഡയറക്റ്റ് മെസ്സേജ് അയക്കും.